السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. الله سبحانه وتعالى നാഫിയ ഇൽമു പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ നന്നായി നിർവഹിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും മരിച്ചുപോയ ആളുകൾക്കും പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവരുടെ കൂടെ അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ പറയാണ്, ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ ഇളാഹ് ഹാഷിയ ഇബ്നു ഹജർ തങ്ങളുടെ 19-ാമത്തെ പേജിൽ കാണാം, ഇസ്തഹബ്ബുൽ ഹജ്ജു അല റഹ്ലി വൽ ഖതബി ദൂനൽ മഹാബിലി വൽ ഹവാദിജി. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നടന്നു പോകലാണോ ഉത്തമം, വാഹനത്തിൽ പോകലാണോ ഉത്തമം. അപ്പോൾ ഇവിടെ പ്രബലപ്പെടുത്തിയിട്ടുള്ളത് നടന്നു പോകലല്ല ഉത്തമം, വാഹനത്തിൽ പോകലാണ്. നടന്നു പോയാൽ കുഴപ്പമൊന്നുമില്ല, കൂലി കിട്ടും. അങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ അന്ന് ഒട്ടകങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അപ്പം അന്ന് ഒട്ടകങ്ങളാകുമ്പോൾ ഈ ഒട്ടകത്തിലുള്ള സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊരു ചർച്ച ഉണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചർച്ചയാണ്. ഇസ്തഹബ്ബുൽ ഹജ്ജു അല റഹ്ലി വൽ ഖതബി ദൂനൽ മഹാമിലി വൽ ഹവാദിജ് എന്നാണ്. ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ ഒരു സീറ്റ് ഒരുക്കും. ഒട്ടകത്തിന് പല സൗകര്യങ്ങളുണ്ടാവാറുണ്ട്. നമ്മൾ ബൈക്കിൻ്റെ മാതിരി ബൈക്കിനും സീറ്റ് ഉണ്ടാവില്ലേ, അതേപോലെ അതിൻ്റെ പൂഞ്ഞൻ്റെ അടുത്ത് കുറച്ച് വടിയൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു സീറ്റ് മാത്രം ഉണ്ടാവും. വേറെ ചില കുറച്ചൊക്കെ സൗകര്യങ്ങളാകുമ്പോൾ ഈ ഓട്ടോറിക്ഷ മാതിരി ഈ ഒട്ടകക്കട്ടിലിനെ പോലെ ഒട്ടക കൂടാരം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കുറച്ച് വലിയ ആൾക്കാരാണ് ഉപയോഗിക്കുക. ഒരു ഓട്ടോറിക്ഷൻ്റെ ഒക്കെ പോലെ അല്ലെങ്കിൽ ഒരു കാറ് പോലെയൊക്കെയുള്ള യാത്രയാകാൻ വേണ്ടി പ്രത്യേക കൂടാരങ്ങളൊക്കെ ഒരുക്കിയിട്ട് ചെയ്യും. അതിന് എന്ത് പറയും, ഹവാദിജ് എന്നാ പറയാം. അപ്പം പറയാണ്, അങ്ങനെ കൂടാരങ്ങളൊന്നും ഇല്ലാതെ ഈ സീറ്റില്ലേ, സീറ്റ് മാത്രം ഒരുക്കിയിട്ടുള്ള ഈ പൂഞ്ഞൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒട്ടകത്തിന് മേലെ ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ രണ്ട് പലകൊക്കെ വെച്ചിട്ട് അങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടുള്ള ബൈക്കിൻ്റെ സീറ്റൊക്കെ മാതിരി. അപ്പോൾ മുകളിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആവലാണ് സുന്നത്ത്. എന്തിനാ അപ്പോൾ ഞാൻ പറയണതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഒട്ടകപ്പുറത്തൊന്നുമല്ലല്ലോ യാത്ര ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ കൂടാറില്ലാത്ത ബൈക്കുമ്മലൊന്നും ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ. വിമാനത്തിലും ട്രെയിനിലും ബസ്സിലൊക്കെയാണ് പോവുക. പക്ഷെ അവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു കൂടാരൊന്നും വേണ്ടെന്ന് പറയാൻ കാരണം അതൊക്കെ ദുന്യാവിൻ്റെ ആൾക്കാരെ വലിയ വലിയ ആഡംബരങ്ങളാണ്. സാധാരണക്കാരുടെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു സീറ്റ് മതി. ലിഅന്നഹു അഷ്ബഹു ബിത്തവാളുഇ, അതാണ് താഴ്മ. ഇല്ല, കൂടാരൊക്കെ ഒരുക്കിയിട്ട് രാജാക്കന്മാരും മന്ത്രിമാരും മുതലാളിമാരൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ വലിയ വലിയ സൗകര്യത്തിലൊന്നും യാത്ര ചെയ്യേണ്ട. കാരണം അത് താഴ്മ അല്ല. വലിയന്നഹു വലാ യലീഖു ബിൽ ഹാജി ഗൈറു തവാളുഇ, ഹാജിക്ക് വേണ്ടത് നല്ല താഴ്മയാണ്. ഫീ ജമീ ഹൈആതിഹി വ അഹ്വാലിഹി, അവൻ്റെ എല്ലാ അവസ്ഥകളിലും താഴ്മയാണ് വേണ്ടത്. എല്ലാവരെയും താഴെ നിൽക്കുക. ഫീ ജമീ സഫരി വ ജമീ സബാഹും ഫീമാ ദക്റൻ മർക്കൂബിൽ യസ്തരി. അപ്പോൾ ഇനി വാടക എടുക്കുന്ന വാഹനമാണെങ്കിലും അല്ലെങ്കിലും ഒരു ഹാജിക്ക് വേണ്ടത് നല്ല താഴ്മയുള്ള മനസ്സാണ്. ഇഹ്റാം കെട്ടിയത് മുതലേ എന്നല്ല, നമുക്ക് ഇപ്പോഴും തന്നെ തുടങ്ങാം. ഒരാളെ മുന്നിൽ അഹങ്കരിക്കാതെ ഏറ്റവും താഴ്മ എങ്ങനെയെന്ന് മനസ്സിലായാൽ ചില വ്യക്തികളെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഓ എന്തോ ഒരു താഴ്മയാണ് അവർക്ക്. വർത്തമാനത്തിലൊരധികമല്ല, വലിപ്പത്തരല്ല, മനസ്സ് എപ്പോഴും താഴ്ന്ന മനസ്സായിട്ട് നിൽക്കുക. എന്നിട്ട് പറയാണ്, അപ്പോൾ ഈ
ബൈക്ക് മാതിരിയൊക്കെ ഉള്ള ഈ സീറ്റുമേൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ കൂടാരം ഒക്കെ അല്ലാതെ ഭയങ്കര നേതാവാണ്, ഭയങ്കര തറവാട്ടുകാരനാണ്, വലിയ പ്രസിഡൻ്റാണ്, മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നാം. പക്ഷെ സുന്നത്ത് കിട്ടൂല, സുന്നത്ത് കിട്ടൂല. അള്ളാൻ്റെ റസൂലല്ലേ ഈ വിവരമില്ലാത്ത ഇവനേക്കാളും വലിയ പദവിയുള്ള ആൾ, ഇവനേക്കാളും വലിയ സ്ഥാനം വഹിച്ച ആളല്ലേ അള്ളാൻ്റെ റസൂൽ. അള്ളാൻ്റെ റസൂലിനിപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ കൂടാരൊക്കെ ഒരുക്കിയിട്ട് തന്നെ ഹജ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായില്ല, അത് ചെയ്തില്ല. നബി തങ്ങൾ എന്ത് ചെയ്തു, എല്ലാവർക്കും കാണുന്ന വിധത്തിൽ ഒട്ടകക്കൂട് മദീനയിൽ നിന്ന് മക്കത്തേക്ക് എത്ര ദൂരമുണ്ട്, വെയിലുണ്ടാവും, മഴ ഉണ്ടാകും, മഴ ഉണ്ടോ അറിയില്ല, അല്ലെങ്കിൽ നല്ല ചൂടുണ്ടാകും, കാറ്റുണ്ടാകും, മണൽ ഭൂമിയിലെ കാറ്റുണ്ടാവും, ഒക്കെ ഉണ്ടാവും. മുത്തുനബി എന്ത് ചെയ്തു, ഒട്ടകക്കൂടാരൊന്നുമില്ല, ഈ റഹലും ഖത്തബുമാണ് ഉപയോഗിച്ചത്. അത് താഴ്മയാണ്. അപ്പോൾ ഈ ചങ്ങായി ഇങ്ങനെ വിചാരിക്കാം, ഞാൻ ഇവിടെ നാട്ടിലെ പ്രധാനിയല്ലേ, പ്രധാനമന്ത്രിയല്ലേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ, MLA അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളല്ലേ, മുതലാളിയല്ലേ, കോടീശ്വരനല്ലേ എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ഓന് സുന്നത്ത് കിട്ടൂല. കാരണം സുന്നത്ത് നബി തങ്ങൾ ചെയ്തതുപോലെയാണ്. ഈ ജാഹിലിനേക്കാളൊക്കെ എത്രയോ വലുപ്പം ഉയരവും സ്ഥാനമുള്ള ആളല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ. പിന്നെ നബിയല്ലേ അങ്ങനെ ചിന്തിക്കേണ്ടത്, ഞാൻ വലിയ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് എന്ന്. അപ്പോൾ നമുക്കിപ്പോഴത്തെ കാലത്ത് അങ്ങനെ കഴിയില്ലെങ്കിൽ നമ്മുടെ മനസ്സെന്താക്കണം, ഉണ്ടാവണം. നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ബമ്പം വില പിടിച്ച കാറിലേക്കാരും വരിക, ചില ആൾക്കാർ ഏതെങ്കിലുമൊക്കെ അൾട്ടോയിലേക്കാരും വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അൾട്ടോയിൽ വന്നവൻ തന്നെയാണ് മറ്റവനേക്കാളും ഉസാറ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അതായത് ആരും താഴ്ത്തി കെട്ടും വേണ്ട. ഒരാൾ ഭയങ്കരമായിട്ട് നിർത്തിയിട്ട്, ഇവിടെ പൈസക്കും പണത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല ഹജ്ജിൻ്റെ തീരെ. അവിടെ പൈസക്കും പണത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. വലിയ കാറിൽ വന്ന് സ്വന്തം വിമാനം എടുത്തായിട്ട് വന്നു, ഓനും പടച്ചവനും മുന്നേ കണക്കാണ്. ഈ നടന്നു പോയി നിൽക്കുക പൈസ ഇല്ലാഞ്ഞിട്ട് അവനും കണക്കാണ്. അവിടെ ഓൻ്റെ ആഡംബരങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട്, അവൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട്, ഒരു തനി ഫക്കീറിൻ്റെ ഒരു ദിവസം 25 റുപ്യ വരുമാനമുള്ള, അല്ലെങ്കിൽ 10 റുപ്യ വരുമാനമുള്ള ഒരു ഫക്കീറിന് പോലും ഒരുക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തുണി, ഒരു കഫംപുടൻ്റെ അത്ര പോലും ഇല്ല, ഒരു കഫംപുട പോലും ഇല്ല. അർദ്ധ ഫക്കീർ എന്ന് പറയാറില്ല ഗാന്ധിജിനെ കുറിച്ചൊക്കെ. അങ്ങനെ പോവാന്നുള്ളതാണ്. അത് അടക്കട്ടെ, ആ കാര്യം ഞാൻ വിട്ടു. മറ്റൊന്ന് പറയാണ്, 10ാമത്തെ കാര്യം, ഇതാ അറാദൽ ഹജ്ജ യതഅല്ലമ കൈഫിയതഹു, ഹജ്ജ് ഉദ്ദേശിക്കുന്നവൻ ഹജ്ജ് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പഠിക്കണം. സഹിയാകുന്ന കാര്യങ്ങൾ ഏതാണ്, റുക്നുകൾ എങ്ങനെ സഹിയാകുക, എന്തുകൊണ്ടൊക്കെയാണ് ഫാസിദാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. വഹാദ ഫറദു ഐൻ, ഇത് ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ അമീറിനറിയും, ഇതിൻ്റെ ഗൈഡിനറിയും, അങ്ങനെ ആരും വിചാരിക്കാൻ പറ്റില്ല. ഹജ്ജിൻ്റെ കാര്യത്തിന് ചിലപ്പോൾ ആവശ്യമുള്ള സമയത്ത് അവരോടൊന്നും ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നു, പേജ് 20 ഹശിയത്തുൽ ഇളാഹ്, ലാ തസിഹു ലിബാദത്തു മിമ്മൻ ലാ യഅരിഫുഹ, കാരണം ഇത് അറിയാത്ത ആൾക്കാരിൽ നിന്ന് ഹജ്ജ് സ്വഹിയാകൂല. അപ്പോൾ പറയണം, ഇസ്തഹബ്ബു യസ്തസ്ഹിബ മഅഹു കിതാബൻ വാദിഹൻ ഫിൽ മനാസിക് ജാമിഅൻ ലി മഖാസിദിഹ, ഹജ്ജിൻ്റെ മസലകളൊക്കെ ഉള്ള ഒരു പുസ്തകം, ഒരു കിതാബ് കയ്യിലുണ്ടാവുന്ന ഒരു സുന്നത്താണ്. വാൻ യുദീമ മുതാലാതഹു വ യകദ്റഹ ഫി ജമീഇ ത്വരീഖിഹി, അതിലിങ്ങനെ എല്ലാ സമയത്തും നോക്കിക്കൊണ്ടിരിക്കണം, വഴിയിലൊക്കെ ഇങ്ങനെ പലവട്ടം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. വമൻ നഖല്ല ബിഹാദ, കാരണം ഇതൊക്കെ വേണമെന്ന് പറയാനുള്ള കാരണം, ഇതൊന്നും ഇല്ലെങ്കിൽ ഖഫ്ന അലൈഹി യർജിഅ ബിഗൈരി ഹജ്ജിൻ, ഹജ്ജില്ലാതെ കാര്യം തിരിച്ചു വരിക, ഹജ്ജിന് പോയ ആൾ ഹജ്ജില്ലാതെ തിരിച്ചു വരുന്നൊരു സാഹചര്യം വരും. കാരണം ലിഖ്ലാലിഹി ബിശർത്ത് മിൻ ശുറൂത്തി റുക്നി മിൻ അർക്കാനിഹി, ഹജ്ജിൻ്റെ ഏതെങ്കിലും ഷർത്തുകൾ നഷ്ടപ്പെടുത്തിയുണ്ട്, അല്ലെങ്കിൽ റുക്ക് നഷ്ടപ്പെടുത്തിയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ തവാഫൊക്കെ ചെയ്യുമ്പോൾ കാണാം, തവാഫ് ചെയ്യുമ്പോൾ പുരുഷന്മാർ തവാഫ് ചെയ്യുമ്പോൾ മുട്ടുപൊക്കിൻ്റെ മറക്കണമല്ലോ. ഇപ്പം മിക്ക ആളുകൾക്കും തുണി എടുക്കാൻ അറിയില്ല. പഴയ കാലത്ത് എല്ലാവർക്കും തുണി എടുക്കാൻ അറിയായിരുന്നു, പാൻറ് എടുക്കാൻ അറിയാത്തത്. അപ്പം ചില ആൾക്കാരൊക്കെ തവാഫ് ചെയ്യുമ്പോൾ പൊക്കിളിൻ്റെ അവിടെ നിന്നാണ് താഴോട്ട് ഇറങ്ങും തുണി. ബനിയനൊന്നും പറ്റൂലല്ലോ, ബനിയനൊന്നും പറ്റൂലല്ലോ. നിസ്കാരം പോലെ തന്നെയാണ് തവാഫ്. നിസ്കാരത്തിൽ
അവർത്ത് വെളിവായ എന്താ സ്ഥിതി? നിസ്കാരം ശരിയാവില്ലല്ലോ. പൊക്കിളിനേക്കാൾ താഴെ വസ്ത്രം ഇറങ്ങി നിസ്കരിച്ചാൽ ആ നിസ്കാരം അടക്കണ്ടേ? അതേമാതിരി തന്നെയാണ്. അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന വലിയ ഒരു കർമ്മത്തിൻ്റെ ഭാഗമാണ് തവാഫ്. ഈ തവാഫിൽ ആവർത്ത് മറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വട്ടമായാലും മതി. 7 വട്ടം തവാഫ് ചെയ്യുമ്പോൾ നല്ല തിരക്കുണ്ടാകും, നല്ല തിരക്കുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 7 വട്ടം തവാഫ് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും, 1 മണിക്കൂറൊക്കെ എടുക്കൂലേ? അപ്പോൾ അതിനിടയിൽ തുണി ഇറങ്ങരുതല്ലോ, അതിനനുസരിച്ച് കെട്ടാൻ പഠിക്കണ്ടേ? അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധ ഇല്ല, ഞാൻ ആ ഒരൊറ്റ വട്ടത്തിലെ ആ തവാഫ് നഷ്ടപ്പെട്ടു. ഇനി ഓനെ അറിയണം, ഒന്നിക്കൽ ആ തവാഫിൻ്റെ ഒരു വട്ടം മടക്കണം. അത് മടക്കിയിട്ടില്ലെങ്കിൽ അവൻ്റെ ഹജ്ജ് ബാത്തിലേ. കാരണം ഹജ്ജിൻ്റെ റുക്കനല്ലേ തവാഫ്. അപ്പോൾ ഹജ്ജിന് പോയാൽ എന്തായി? ആ പൈസ ഒക്കെ കൊടുത്തിട്ട് ഹജ്ജില്ലാതെ തിരിച്ചു വരുന്നൊരു സാഹചര്യം വരും. ഇതാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യണ മാതിരിയല്ലല്ലോ ഇയാൾ പറയണത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഇമാം നബി റഹ്മത്തുള്ളാഹി പറയുന്നു, റബ്ബമാ ഖല്ലദ കസീറുൻ മിനന്നാസി ബഅദ അവാമി മക്കത്ത. കുറേ ആൾക്കാർ മക്കയിലൊക്കെ സാധാരണക്കാർ ചെയ്യണ മാതിരി അങ്ങനെ ചെയ്യും. മക്കയിലുള്ള സാധാരണക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യും. വതവഹമ അന്നഹും യാരിഫൂനൽ മനാസിക്. ഇവർ വിചാരിക്കണം മക്കാരല്ലേ, അറബികളല്ലേ, ഇവർക്കൊക്കെ ഹജ്ജ് അറിയുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്നിട്ട് ഫഖ്തറ ബിഹിം, എന്നിട്ട് ഇവർ ചതിയിൽപ്പെട്ടു. വദാലിക ഖത്ഉൻ ഫാഹിഷുൻ. ഇതൊക്കെ ഭയങ്കരമായ പിഴവാണ്. ഇതൊക്കെ മിക്ക ആളുകളും ഹജ്ജും ഉംറയും പഠിക്കാതെ വരിക എന്നർത്ഥം. നമ്മൾ കുറേ ഹജ്ജും ഉംറയും ക്ലാസ്സൊക്കെ പങ്കെടുക്കണില്ലേ, അപ്പുറത്ത് വലിയ ആൾക്കാർ, കുറേ ആൾക്കാർ ഇതൊന്നും വേണ്ടതുപോലെ കിട്ടാതെ അങ്ങനെ വരുന്നവരുണ്ടാവും. ഇനി ക്ലാസ് പങ്കെടുത്താലും അതിൻ്റെ സമയത്ത് അറിയില്ല എന്താ വേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ബേജാറാകണം എന്നല്ലേ ഈ പറയണത്. കാര്യങ്ങളൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്യണം? പഠിക്കണം. അത് ഉസ്താദിന് അറിയും, എൻ്റെ അമീറിനെ അറിയുന്ന പറഞ്ഞിട്ട് എന്താ പറ്റൂല. അങ്ങനെ ഹജ്ജിന് പോയാൽ ശരിയാവില്ല. ഇമാം നബി റഹ്മത്തുള്ളാഹി. അവിടെയാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ പ്രാധാന്യത. മിക്ക ആളുകളും ഒരു കിതാബ് കൊണ്ടുപോകണമെന്ന്. ഈ കിതാബായിരുന്നു കൊണ്ടുവരുന്നത്. ഈ മനാസിക് എന്ന് പറയുന്ന കിതാബാണ് ആളുകളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ളത്, തന്നെ കൊണ്ടുപോകാറുള്ളത്. ഇതിപ്പോൾ അറബി ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിയില്ല. അപ്പോൾ നല്ല മലയാളത്തിൽ പുസ്തകമായി മതി. അത് അവിടെ വെച്ച് നോക്കി പഠിക്കുക എന്നുള്ളതൊന്നും മിക്കവാറും നടക്കണമെന്നില്ല. നേരത്തെ നോക്കി മനസ്സിലാക്കി പോവുക. ഇനി 11ാമത്തെ കാര്യം, എംബഗി അൻ യത്ലുബ ലഹു റഫീഖൻ മുവാഫിഖൻ റാഗിബൻ ഫിൽ ഖൈരി കാരിഹൻ ലിശ്ശരി നസിയ ദക്കറ വഇൻ ദക്കറ അആന. പിന്നെ ഈ യാത്രക്ക് ഒരു നല്ലൊരു ചങ്ങാതി വേണം, ഒരു കൂട്ടുകാരൻ വേണം. ഈ കൂട്ടുകാരെന്താക്കണം? അഭിപ്രായങ്ങളിലൊക്കെ യോജിക്കുന്ന ആളാണ്. എപ്പോഴും യോജിക്കാത്ത അതങ്ങനല്ല എന്ന് പറയുന്ന ആൾക്കാരപ്പോൾ കൂട്ടിയില്ലെങ്കിൽ പിന്നെ ആ യാത്ര ശരിയാവില്ല. നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മളിപ്പോൾ റൂമിൽ മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എതിർപ്പുണ്ടാവും. അപ്പോൾ ആ എതിർപ്പ് അങ്ങോട്ട് പറയാം, അത് പറ്റില്ല. നമ്മൾ യാത്രയിലൊക്കെ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ മിണ്ടാതെക്കുക. സഹയാത്രികരായ ആളുകൾ പല അഭിപ്രായങ്ങളും പറയും. ഇതിനെല്ലാം കൂടെ നമ്മളെ അഭിപ്രായം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ യാത്രയ്ക്ക് ഒരു അർത്ഥം കിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അവൻ യോജിക്കുന്ന ഒരു കൂട്ടുകാരൻ. അഭിപ്രായം റാഗിബൻ ഫിൽ ഖൈരി, ഖൈറ് ചെയ്യാൻ വലിയ താല്പര്യമുള്ള, കാരിഹൻ ലിശ്ശരി, ഷെറിനോടൊക്കെ വെറുപ്പുള്ള, എല്ലാ നന്മനോടും ഇഷ്ടമുള്ള, തിന്മകളോടൊക്കെ വെറുപ്പുള്ള ഒരു ചങ്ങാതി, ഒരു കൂട്ടുകാരൻ, ഒരു സഹയാത്രിക കൂടെ ഉണ്ടാവൽ നല്ലതാണ്, അത്യാവശ്യമാണ്, നിർബന്ധമാണ്. അങ്ങനെയുള്ള ആളാകും എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറന്നാൽ ദക്കറഹു, ഓർമ്മപ്പെടുത്തും. നമ്മളൊരു നന്മ ചെയ്യാൻ മറന്നാൽ ഓർമ്മപ്പെടുത്തും. ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ ആനഹു സഹായിക്കും. നമ്മളിപ്പോൾ ഉംറക്കൊക്കെ പോകുമ്പോൾ കാണാൻ ചില ആൾക്കാർ ആകെ, ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഓരോ ദിവസവും 10,000 റുപ്യ വീതം ചിലവാക്കിയിട്ട് ഒരാൾ പോവുക. 80,000 85,000 റുപ്യൊക്കെ ചിലവാക്കിയിട്ടാണ് പോവുക. എന്നിട്ട് റൂമിൽ പോയിട്ട് അങ്ങനെ കിടക്കും, ജമാഅത്തിനും പോകില്ല, മൊബൈലും കണ്ട് അങ്ങനെ കിടക്കും. എത്ര ആൾക്കാരെന്നറിയും? എത്ര ആൾക്കാർ, ഇഷ്ടംപോലെ ആളുകൾ. അപ്പോൾ അവരാണ് ഒരു ടൂറ് നടക്കി ഇങ്ങനെ പോണ്, തോപ്പൊക്കെ കഴിഞ്ഞ് വലുത് കഴിഞ്ഞ് പിന്നെ റൂമിൽ അങ്ങനെ ചിലവഴിക്കും. അപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾ നന്മയിൽ ആഗ്രഹമുള്ള ആളാണെങ്കിൽ പോലെ നിസ്കരിക്കാൻ പോകല്ലേ, ജമാഅത്തിന് പോകല്ലേ, നടക്കേണ്ടി വരും, വണ്ടി കയറേണ്ടി വരും, നല്ല കഷ്ടപ്പാടാണ്.
ആ കഷ്ടപ്പാടിനല്ലേ പോണത്. അപ്പോൾ വണ്ടിയിൽ 1 മണിക്കൂർ ഇരിക്കേണ്ടി വരും, ചിലപ്പം കുറേ നടക്കേണ്ടി വരും. ഇപ്പം ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് നടക്കുക എന്നല്ല നടക്കില്ല. എന്താ വെച്ചാൽ കുറേ അസീസിയയിലൊക്കെ കയറുണ്ടാവും താമസം. ഹറമിൻ്റെ ഭാഗം തന്നെയാണ്, ഹറമിൽ പെട്ട തന്നെയാണ് അസീസിയ. ഹറമിൻ്റെ പുറത്തല്ല, അസീസിയൻ്റെ ഭാഗം തന്നെയാണ്. ഹറം എന്ന് പറയുന്നത് 5-8 കിലോമീറ്റർ ചുറ്റളവുള്ള സ്ഥലമാണ്. ആ ഹറമിൻ്റെ ഉള്ളിലെ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ഹറം എന്ന് പറയുന്നത് മക്ക എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ മക്കൻ്റെ ഉള്ളിലുള്ള 5-8 കിലോമീറ്റർ പരിധിക്കാണ് ഹറം എന്ന് പറയും. അപ്പോൾ ഉംറക്കൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പോൾ എന്താവും, 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും നടക്കാനവരെ നിർത്തിയിട്ട് അവിടെ റൂമിൽ തന്നെ കുത്തിരിക്കും. സ്കരിച്ചാൽ കൂലിയിട്ടില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് പ്രേരിപ്പിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അയാളുടെ പ്രേരണ കൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോവല്ലേ എന്ന് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കും. നമ്മുടെ കൂടെയുള്ള ആളും പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോകും. ശരി, അപ്പം അങ്ങനെയുള്ളതായിരിക്കണം. വായിൻ തയസ്തരമാകാത കൗനൂമിനുള്ളമായി കൊല്ലത്തമസ്തക്ക് ബിഹി. ആ കൂടെയുള്ള ആൾ ഒരു ആലിമാവുകയാണെങ്കിൽ അയാൾ എന്നെ പിടിച്ചോ. നമ്മളെ യാത്രക്ക് പോരുന്ന ആൾ ഒരു ആലിമാവുകയാണെങ്കിൽ വളരെ നന്നായി. ഫൈനഹു യുഈനുഹു മബാറിൽ ഹജ്ജി വ മക്കാരിമിൽ അഖ്ലാഖ് വയംനഉഹു ബിഇൽമിഹി വഅമലിഹി മിൻ സൂഇ മാ യത്രവൽ മുസാഫിരി മിൻ മസാബിൽ അഖ്ലാഖി വല്ലജർ. ആലിമ് കൂടെ ഉണ്ടായ എന്താണെന്ന് വെച്ചാൽ മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ അയാൾ നിങ്ങളെ സഹായിക്കും. സൽസ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആലിമാണ് നിങ്ങളുടെ യാത്രയുടെ നേതൃത്വമെങ്കിൽ മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ അയാൾ നിങ്ങളെ സഹായിക്കുകയും മോശപ്പെട്ട സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു തരാൻ അയാൾ ഉണ്ടാവുകയും ചെയ്യും. യാത്രയിലൊക്കെ പല മോശപ്പെട്ട സ്വഭാവം ഉണ്ടാവില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ആലിമിനെ കൂടെ കൂട്ടി നേതാവാക്കിയാൽ വളരെ നന്നാവും. പിന്നെ ഇപ്പോഴേ നമുക്ക് കൂടുതൽ ആളുകളൊക്കെ ആരാണെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോഴേ പരിശീലിച്ചു കൊണ്ടിരിക്കണം. ഇമാം നവവി റഹിമഹുല്ലാ പറയാണ്, ثم ينبغي أن يحرص على رضا رفيقه في جميع طريقه ويحتمل كل واحد صاحبه ويرى لصاحبه عليه فضلا وحرمة ولا يرى ذلك نفسه ويصبر على ما وقع منه في بعض الأحيان من جفاء منع به. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താനാണ് ഹാജി അല്ലെങ്കിൽ ഉംറ ചെയ്യുന്ന ആൾ പരിശ്രമിക്കേണ്ടത്. എങ്ങനെയാണോ കൂടെയുള്ള ആൾ തൃപ്തിപ്പെടുത്താൻ പറ്റുക. ചില ആളുകളൊക്കെ ആകെ വെറുപ്പിക്കും. ഉംറ ഗ്രൂപ്പിനൊക്കെ പോകുമ്പോൾ ചില അമീർമാരൊക്കെ പറയലുണ്ട്, ഓരോരുത്തരും ഇങ്ങോട്ട് വരും, അത് കട്ടിച്ചാ പറിച്ച സ്വഭാവം എന്നൊക്കെ പറയും. വെള്ളം കിട്ടിയില്ലെങ്കിലും പ്രശ്നം, വേണ്ട പോലെ ചോറ് കിട്ടിയില്ലെങ്കിലും പ്രശ്നം, ഫുൾ പ്രശ്നമായിട്ടുള്ള ആളുകൾ. അപ്പോൾ പറയാണ്, തൻ്റെ സഹയാത്രികരെ മുഴുവൻ വഴിയിലും എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ തൃപ്തിപ്പെടുത്താൻ, വെള്ളം കൊടുത്തിട്ടും ഹിദ്മത്ത് ചെയ്തിട്ടും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കണം. ഇപ്പം നമ്മൾ ആ കൂടെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് പിടുത്തം കിട്ടിയില്ലേ, അവരെങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റുക? അത് യാത്രയിലും വേണം, മുഴുവൻ വഴിയിലും വേണം. എന്നിട്ട് വയഹ്തമിലു കുല്ലു സ്വാഹിദിൻ സ്വാഹിബഹു, ഓരോരുത്തരിൽ നിന്ന് ഇഷ്ടമില്ലാത്ത സംഭവിക്കും, അത് നമ്മൾ സഹിക്കുക. അത് സ്വാഭാവികമാണ്. മനുഷ്യന്മാരുടെ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവിക്കും, ഇഷ്ടമില്ലാത്തത് പറയും, ഇഷ്ടമില്ലാത്തതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് സഹിക്കുക. ഇപ്പം നമ്മൾ റൂമിലൊക്കെ കിടക്കുമ്പോൾ ചില ആളുകാർക്ക് നല്ല ചുമ ഉണ്ടാവും, നല്ല ഫുള്ള് ചുമകാരം. അപ്പോൾ സഹിക്കന്നെ. അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഉറക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കും ആൾ എന്ന് പറഞ്ഞിട്ട് വരും കൊരയും. വയസ്സന്മാരൊക്കെ അങ്ങനെ ആവൂലേ ചിലപ്പോൾ. നമ്മൾ പരമാവധി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓരോരുത്തർക്കും വേറാരി സാഹിബി അലൈഹി ഫദൽ, എത്ര നാടനാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എന്നേക്കാൾ മഹത്വം എൻ്റെ കൂടെയുള്ള ആൾക്കാണ് എന്ന് അവൻ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ കൂടെ ഇപ്പോൾ 8-10 ആൾക്കാരുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉസ്താദാണെന്ന് കരുതിയായിട്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാരെക്കാൾ എനിക്ക് തന്നെ മഹത്വം, ഞാൻ വിവരമുള്ള, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹിൻ്റെ അടുക്കൽ ഫദൽ ആർക്കാന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്നേക്കാളും എൻ്റെ കൂടെയുള്ള ഹാജിക്കാണ്. അവിടെ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, കോടിയെന്നല്ല ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഹാജിന് വരുന്നുണ്ട്. അവരൊക്കെ തന്നേക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതിയ പന്ത കുഴപ്പം. കള്ളുടിക്കുന്ന ആൾക്ക് എന്നേക്കാൾ മഹത്വം ഉണ്ടാവുമെന്ന് കരുതുന്നത് എന്താ? മഹത്വം എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ അടുത്തുള്ള കാര്യമല്ലേ. അയാൾ തോപ ചെയ്ത്
പടച്ചോൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു, നമ്മളെ തോപയും ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞില്ലേ കഥ കഴിഞ്ഞില്ലേ? അപ്പോൾ തന്നേക്കാൾ മറ്റുള്ളവർക്കാണ് മഹത്വം എന്ന് കരുതുക. ഹുർമത്തൻ, ബഹുമാനത്തെയും കരുതുക. അങ്ങനെ ദുസ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യാത്രയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ കോട്ടുവായിടുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ കോട്ടുവായിടും, അത് നിർത്തിയേക്കണം. നമ്മൾ സഹയാത്രികർക്ക് നമ്മളിതൊന്നും അറിയില്ല സത്യത്തിൽ. മൂക്ക് പിഴിയാറിപ്പം എന്നാണ് പെരും പിഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ശീലിച്ചേക്കാരം. പക്ഷെ അതൊന്നും നമുക്ക് ഒരു നല്ലൊരു രീതിയല്ല. അത് വേണമെങ്കിൽ കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി പിഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതേമാതിരി തുമ്മുമ്പോൾ കിതാബിലൊക്കെ പറഞ്ഞില്ലേ, ഒരു ഒച്ചയിൽ റൂം ഒന്നായിട്ട് കുലുങ്ങണം, മരടക്കം ഇല കൊഴിഞ്ഞാടുന്ന കോലത്തിൽ തുമ്മുന്ന ആൾക്കാരുണ്ട്. പരിസരത്തുള്ള മരത്തിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞാടും. ചിലപ്പോൾ ഇതൊന്നും തുമ്മുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു വെടി അങ്ങ് പൊട്ടിക്കുന്ന ആൾക്കാർ. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതും ഒരുക്കാൻ പറ്റും. ഒരാൾ കൂട്ടുവായിലാണ്, നിസ്കാരത്തിൽ പറയുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഈ എത്തസാബ് പരമാവധി പിടിച്ചേക്കണം. അപ്പോൾ ഒച്ച ഉണ്ടാക്കാതെ തൊള്ള കുറച്ച് ആവശ്യത്തിന് തുറന്ന് മാത്രം കൂട്ടുവായിടാൻ കഴിയും. അതേമാതിരി നമ്മൾ ഭക്ഷണം കഴിച്ച് കയ്യും തൊള്ളൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ശീലമാണ് എന്ന് പറഞ്ഞിട്ട് 5-8 വട്ടം ഇങ്ങനെ ഇങ്ങോട്ട് കാർന്നെടുത്ത്. ഇതൊന്നും വേറുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കണില്ല, എപ്പോഴും കച്ചറയാണെന്ന് തോന്നുകയാണെങ്കിൽ തൽക്കാലം അവിടെ മാറി നിൽക്കുക. പിന്നെ ഇപ്പോൾ മൂപ്പരപ്പം കൂടിയായിട്ട് വെറുതെ ഹജ്ജ് വസ്വാസാക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. 12ാമത്തെ കാര്യം, കച്ചവട സ്വത്തൊന്നും അവൻ്റെ കയ്യിലുണ്ടാകരുത് പോകുമ്പോഴും വരുമ്പോഴും. കാരണം ഹൃദയത്തിൽ ഇഖ്ലാസാണ് വേണ്ടത്. ഇപ്പം നമുക്കൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഹജ്ജിന് മാത്രം പോകുന്ന ആളുകളാണ്. പഴയ കാലത്ത് ഇപ്പോൾ നേർച്ചയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് കച്ചവടം ഉദ്ദേശം ഉണ്ടാവും. ഹജ്ജിന് പോകുന്നവർക്ക് അവിടെ പൈസ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്തൊക്കെ ഉദ്ദേശം ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതേ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, മറ്റുള്ള ആർക്കും വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുമോ പൈസ വാങ്ങിയിട്ട്, അതിന് കുഴപ്പമില്ല. സ്വന്തം ഹജ്ജ് ചെയ്ത ആളാണെങ്കിൽ ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകളെ സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പൈസക്ക് പകരം ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർ, അതിന് കുഴപ്പമൊന്നുമില്ല. അത് നല്ല കാര്യമല്ലേ. കൂലി മറ്റുള്ള ആൾക്കാണെങ്കിലും ഒരുപാട് നല്ല നല്ല സ്ഥലത്ത് പോകാനും ഒക്കെ അവസരം കിട്ടുമല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നല്ല സമ്പാദ്യം തന്നെയാണ് ആ പൈസ. ഒരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു, അങ്ങനെ അയാൾക്കും വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി പൈസ ഒക്കെ വാങ്ങി 1 ലക്ഷം റുപ്യ അതിന് പ്രതിഫലവും വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് നല്ല കാര്യത്തിന് സഹായിക്കലല്ലേ. ഇനി എന്നാണ് യാത്ര ചെയ്യേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം. 13ാമത്തെ യാത്ര വ്യാഴാഴ്ചയാവലാണ് ഉത്തമം. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റോട് ഡേറ്റ് തരിക ചെയ്യാം, അവ നമുക്ക് ഇനി പറയാൻ പറ്റില്ല. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഇല്ലാ യൗമുൽ ഖമീസ്, വ്യാഴാഴ്ചയാണെന്ന് പുറപ്പെട്ടു. ഇവിടെ എന്തിനാ പറയണമെന്ന് വെച്ചാൽ ഏത് യാത്രക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയത് വ്യാഴാഴ്ചയാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഹജ്ജ് എന്നുള്ള നമ്മൾ പ്രധാനപ്പെട്ട യാത്ര ആയതുകൊണ്ട് പറഞ്ഞു. പക്ഷെ മുത്തുനബി ഏത് യാത്ര പുറപ്പെടുകയാണെങ്കിലും അപൂർവമായിട്ട് മാത്രമേ വ്യാഴാഴ്ച ഒഴിവാക്കാറുള്ളൂ എന്ന്. വ്യാഴാഴ്ച പറ്റൂല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച നല്ലത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്നാണ് തിങ്കളാഴ്ചയാണ്. മിക്കവാറും നബി തങ്ങൾ വ്യാഴാഴ്ചയാണ് പുറപ്പെടാറുള്ളത്. മാത്രമല്ല അതിരാവിലെ പോകൽ സുന്നത്താണ്. അതിപ്പോൾ നമുക്ക് നടക്കൂല, എന്നാലും ഹജ്ജിന് നടക്കൂലെങ്കിലും പല യാത്രയിലും നടക്കുമല്ലോ. ഉച്ചരിഞ്ഞിട്ട് പോകാം എന്നുള്ള ആ രീതിയിൽ. അപ്പുറം കച്ചവടത്തിനാണെങ്കിലും മറ്റാണെങ്കിലും ഇസ്തഹബു യകൂന ബാക്കിറൻ അൽ ഹദീസ് സഖിൽ ഖാമിദി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നബി തങ്ങൾ ഏതെങ്കിലും സൈന്യങ്ങളെയും പട്ടാളക്കാരൊക്കെ അയക്കുകയാണെങ്കിൽ നബി രാവിലെയാണ് അയക്കുക. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞ എൻ്റെ ഉമ്മത്തിന് അതിരാവിലെ ബർക്കത്ത് ചെയ്യണേ. രാവിലെ കിടന്നുറങ്ങുന്ന സ്വഭാവമല്ല, രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സഹ്റമിയാണ് പറയണത്, ഞാൻ കച്ചവടക്കാരനായിരുന്നു, മൂപ്പരെ കച്ചവടത്തൊക്കെ അതിരാവിലെ പറഞ്ഞയക്കും. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ ഭാഗമായിട്ട് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അതിൻ്റെ ഏറ്റവും നല്ല പ്രഭാതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്നുള്ള ആ ഹദീസ് മാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യും. അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ ഫാസിറ മൂപ്പര് നല്ല മുതലാളിയായി. വഖസ്റ മാലുഹു, ഒരുപാട് സ്വത്ത് അദ്ദേഹത്തിനുണ്ടായി. ഇമാം അബൂ ദാവൂദ്, തുർമുദി എന്നിവർ
റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ വ്യാഴാഴ്ച, തിങ്കളാഴ്ച, ഈ തിങ്കളാഴ്ചയും പറ്റൂലെങ്കിൽ ശനിയാഴ്ച എന്ന രീതിയിലൊക്കെയാണ് പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. 3 രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിട്ടുണ്ട്, യാത്ര പുറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുണ്ട് കേട്ടോ, ആ ദിവസത്തിൽ നക്ഷത്രം അങ്ങനെയാണ്, ഈ നക്ഷത്രം അങ്ങനെയാണ്, രാശി അങ്ങനെയാണ്, ഈ രാശി അങ്ങനെയാണ്, അങ്ങനെയുള്ളതിനൊന്നും യാത്ര ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ല. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് സ്വീകരിക്കട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. തൗബനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തൗബൻ്റെ ഭാഗമൊക്കെ നല്ലോണം ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓരോന്ന് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ യാത്രനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ യാത്ര വ്യാഴാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ആക്കുക. ഇനി ഒരു ദിവസം മാത്രമേ പറ്റുള്ള ഒരു രീതിയിൽ യാത്ര നിർത്തിയൊക്കെ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക, ഇറങ്ങും ചെയ്യുക. അപ്പോൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവൻ്റെ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മഖ്ബൂലും മബ്റൂറുമായ സ്വർഗം ലഭിക്കുന്ന, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ശുദ്ധമാകുന്ന ഹജ്ജ് നിർവഹിക്കാനും ഉംറ നിർവഹിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. أوصيكم بالدعاء.